റോഡ് സൈഡിന് ഓറഞ്ച്, സന്ദ്ര, തക്കാളി. ഇവിടെ എന്താ പരിപാടി? കൃഷ്ണ ലസ്സിക്കട. എന്താ ഒരു മഞ്ഞ കളർ സാധനം മനസ്സിലായിട്ടില്ല. മഞ്ഞ കളർ സാധനം എന്താ മനസ്സിലായിട്ടില്ല. ലസ്സിക്കടയത്. കൃഷ്ണ ലസ്സി ഉണ്ട്, റബഡി ഉണ്ട്, മലായി ഉണ്ട്. എന്തോ ഒരു പത പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ. ये क्या होता है? मलाइयो. ये रबड़ी है, ये लस्सी है, मक्खन मलाई है. क्या पैक कराएगा? മഞ്ഞ കളർ മലായിയോ എന്നാ പറഞ്ഞ സാധനം. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതാണ് ആ സാധനം, മലായിയോ. അപ്പൊ ഞാൻ എടുത്തു നോക്കിയപ്പോ ഭയങ്കര ലൈറ്റ് പത പോലെയുള്ള സാധനം. എന്താ കഴിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട്. भैया लो हाथ में ले खाइए. हाथ में ले खाइए, उधर खाइए. जरा जी क्या होता है? ये दूध से बनता है. मलाई. मक्खन मलाई. बनारस का फेमस है क्या का मलाई हो. खर्चा 10 खाते हैं, 10 किलो खाते हैं. ये बस 15 दिन आपको और मिलेगा. ये ठंडी के मौसम में. ഈ സാധനം തണുപ്പിന് മാത്രമേ കിട്ടുന്ന പറയുന്നത്. ഇവിടെ ബനാറസിൽ ഇത് ഫേമസ് ആവുമല്ലോ. മലയൂന് 50 രൂപ. ടേസ്റ്റ് എല്ലാം ഉണ്ട്. നല്ല ക്രീം പത പോലെയുണ്ട്. വായിന് അലിഞ്ഞു പോകുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തിന്നാം. ഏതായാലും തീർക്കട്ടെ. रबड़ी भैया ज्यादा मलाई मत इधर. रबड़ी मलाई एक पूर्वा में इधर छोटे वाले नरेगा बेटा. भाई 50-50 ना. रबड़ी का लेवा 40 का, प्लेन लेवा 30 का. भाई रबड़ी का ഈ മലയോ എന്ന് പറയുന്ന സാധനം സാഫ്രന്റെ ഫ്ലേവർ ഇട്ടിട്ടാ തന്നത്. നല്ലുണ്ട്, നല്ല പത പോലെ. അത് തണുപ്പിന് മാത്രമേ കിട്ടുന്ന പറഞ്ഞ, ചൂടിനില്ല. ശ്രീ സ്വാമി സ്വരൂപാനന്ദ പരമഹംസദേവ്. മോളില് ഇതുണ്ട്. അപ്പോ എന്താന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതിന്റെ. അയാച്ചക്കാശ്രമം എന്ന മൾട്ടി യൂണിവേഴ്സിറ്റി. ഏതായാലും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ തപ്പിയെടുക്കാം.
ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കൃഷ്ണ ലസ്സി. യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടീ സ്റ്റാളും ഉണ്ട്. നല്ല തിരക്കാ. ഓ ഇഞ്ചിച്ചായന്റെ മണമുണ്ട്. ചായക്ക് നല്ല തിരക്കാ. ഏതായാലും ചായ വേണ്ട. ചായ മറ്റേ മലയോന്റെ മുകളിൽ ചായ കുടിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. നമ്മള് സമയത്രേ 6 മണിയാവുന്നു. അശ്വമേധ ഘാട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവാ. അതാ നല്ലെന്ന് പറയുമ്പോൾ ഒരു നടത്തുമായി പോരാത്തതിന് ഇങ്ങനെ കാഴ്ചകളും ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാം. ചില പുതിയ കാഴ്ചകളാണ്, അതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം. നല്ല ക്ലൈമറ്റ്, നേരിയൊരു തണുപ്പേ ഇല്ല. നല്ല ആസ്വദിക്കാൻ പറ്റിയ തണുപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടിയെല്ലാം ബ്ലോക്ക് ആക്കിയോണ്ട് ഇങ്ങോട്ടേക്ക് 1 വേ ആക്കിയോണ്ട് സൈക്കിൾ റിക്ഷയും ബൈക്കും മാത്രമേ വിടുന്നില്ല. വലിയ വണ്ടിയൊന്നും വിടുന്നില്ല. അതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഈ വലിയ കാറും ഇങ്ങനെയുള്ള 4 വീലറെല്ലാം വിട്ടു കഴിഞ്ഞാലേ വലിയ പ്രശ്നമാണ്. ഒന്ന് നടക്കാനോ ഒന്നിനും പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ നല്ല സുഖമുണ്ട്. മെല്ലെ അങ്ങോട്ട് നടക്കാം. കാഴ്ചകളിൽ ഇങ്ങനെ കണ്ടു നടക്കുമ്പോൾ ടൈമും പോകുന്നേ അറിയില്ല. വീഡിയോ എടുക്കാം ഇങ്ങനെ. ഇവിടെ ഒരു ദീന ചാട്ട് ഭണ്ഡാർ കണ്ടിട്ട് നിർത്തിയതാ. നല്ല തിരക്ക് കാണുന്നുണ്ട്. കണ്ട ദീന ചാട്ട് ഭണ്ഡാർ. തൊട്ടടുത്ത് ഡോമെട്രി ഗസ്റ്റ് ഹൗസിന്റെ ഒരു ബോർഡും കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എയിം എന്ന് പറഞ്ഞ ഡോമെട്രി എടുത്ത് കാശി മന്ദിറിന്റെ അടുത്തായിട്ട് അത് കാണിക്കുന്നത്. എവിടെയും കാണുന്നുണ്ട് മലയോന്റെ ബോർഡ്. പക്ഷെ ഈ നല്ല തിരക്കില്ലടുന്ന് എടുക്കുന്നതിലും നല്ലത് ഇങ്ങനെയില്ല അറിയാത്ത ചില കടകളിൽ, തിരക്ക് കുറഞ്ഞ കടകളിൽ എടുക്കാമെന്ന എൻ്റെ ഒരു അഭിപ്രായം. എന്നാ പിന്നെ തിക്കും തിരക്കില്ലാണ്ട് തിന്നാലോ. ഇതിപ്പം ദീന ചാട്ട് ഭണ്ഡാറുണ്ട്. ദീന ചാട്ട് ഭണ്ഡാറിന്റെ ഭാഗത്ത് പോയിട്ട് നമുക്ക് നോക്കാം എന്താണ് അവിടെ ഇങ്ങനെ തിരക്ക്. ഇതന്നെ സമൂസയുണ്ട്. ഒരു ഭാഗത്ത് ചാട്ട് ഉണ്ടാക്കുന്നുണ്ട്. നോക്കട്ടെ, ചാട്ടിന് തന്നെ തിരക്ക്. ചാട്ട് തന്നെ. ആലു ചാട്ട്, ആലു ടിക്കി, ആ ചോപ്പ് കാണുന്ന ടമാട്ടർ ചാട്ടിന്റെ ആണെന്ന് തോന്നുന്നു. പാപ്പടി ചാട്ട്, വടപ്പാവ്, അല്ല വടപ്പാവില്ല, പാനിപ്പൂരി ഏതാ ചേട്ടനിടുന്നുണ്ട്. ഓ ലൈന, ലൈന എന്താ പാനിപ്പൂരി. വെച്ചു കൊടുക്കുന്നുണ്ട് പാനിപ്പൂരി കാര്യങ്ങള്. ചെറിയ പൂരിയിൽ വെള്ളം ഒഴിച്ചിട്ട് പാപ്പടി ചാട്ടിന്റെ കാര്യങ്ങളെല്ലാം പൊള്ളി ചാട്ട് തന്നെ പരിപാടി. പീസ് മിക്സ് ചെയ്ത് ചട്നിയോട്ട്. ആലു ടിക്കി കണ്ടിട്ട് കൊള്ളാം. ആലു ടിക്കി പൊരിക്കുന്നുണ്ട്, പൊരിയുന്നേ ഇല്ല. അതുപോലെ കാണാൻ നല്ലുണ്ട്. ദീന ചാട്ട്, ദീന ചാട്ട്. $10,000 का तंदूरी लेके आए।
ആലു ടിക്കി ചാട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഗ്രീൻ ചട്നി, മീഠ ചട്നി, ദഹി, ചാട്ട് മസാല, അതിൻ്റെ കൂടെ മല്ലിച്ചപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ആലു ടിക്കിയായി. ആലു ടിക്കി എന്നത് ആലു ടിക്കി. ലെഫ്റ്റ് കാണുന്നത് ആ ചുവപ്പ് കളർ, അത് ടമാട്ടർ ചാട്ടിന്റെ കൂട്ടാ അത്. പിന്നെ ഇവിടെ കാണുന്നില്ല, എല്ലാം നിരത്തി വെച്ചിരിക്കുക ചാട്ടിന്റെ കാര്യങ്ങളെല്ലാം. തിരക്കന്നെ തിക്കും തിരക്കാകുമ്പോ എല്ലാം പെട്ടെന്ന് എടുത്തു കൊടുക്കണം. पानी का बोतल ഇവിടെ എന്താ സമൂസ, ജിലേബി, ജാംഗ്രി ജിലേബി, അതും സമൂസയും വേണ്ട. ഗുലാബ് സ്വീറ്റ് ഷോപ്പായി. रसगुल्ला, रसमलाई, रसमलाई, ജിലേബി ഇടുന്ന നോക്കാം. भाई वीडियो लो. जांगरी, ये क्या टाइप जलेबी बोलते हैं? मिर्ची है, उंगट की दाल की मिर्ची है. अच्छा, हाँ हाँ हाँ. क्या बोलते हैं? मिठाई यही है. क्या बोलते हैं इसको? जलेबी को? हाँ, ये मिर्ची बोलते हैं इसको. ये मिर्ची उड़द की दाल की मिर्ची है. ये मेत्री जलेबी है? जलेबी नहीं है. नहीं है. हमारे लिए जांगरी न हो रही, अपने वहाँ पे जांगरी बोलते हैं इसको. हाँ, जांगरी जांगरी यही है. जांगरी. ये सीधा है ये गुड़ वाला है ना, चीनी का. चीनी का है. शक्कर. वो शेप देख के मैं बताया आपको. ഈ വഴിക്ക് ഇതന്നെ പാനി അല്ല ചായന്റെ കട. ചായ അല്ല, ഈ കുല്ലടില്ല തരുന്നത്, കുല്ലട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ കപ്പില്, ഇതാണ് ഈ കുല്ലട് എന്ന് പറയുന്ന കപ്പ്. ഈ കപ്പിലാ ചായ തരിക. ചായപാത്രത്തിലെ ചായന്റെ നിറമെല്ലാം നോക്കിയ തിളപ്പിച്ച് ചായന്റെ മറ്റേ പാലിന്റെ മലായി ഇങ്ങോട്ട് പുറത്തെടുത്തിരിക്കുക. ഇഞ്ചി ചായ, മസാല ചായ, ഫുള്ളും മസാല കാണുന്നുണ്ട്. കുല്ലഡ്. ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കഴിക്കേണ്ട കടകളോ. ഓ, ഇഡ്ലി ദോശ, ഇഡ്ലി ദോശക്ക് തിരക്കുണ്ടല്ലോ.
ഇഡ്ലി, ദോശ, ഉത്തപ്പം. ഇവിടെ എന്താണ്? ഇവിടെ വേറെ എന്താ? നോർത്ത് ഇന്ത്യൻ ഡിഷ് സാത്വിക്. എന്താ? ഊത്തപ്പം. ഇവിടുന്ന് വിടാം. സൈഡിലെല്ലാം പൂവിന്റെ കടയുണ്ടല്ലോ, നോക്കട്ടെ. മാലക്കട റോഡ് സൈഡിന് തന്നെ പൂവിന്റെ കടകൾ. റോസിലൊക്കെ ഇട്ട് ചെമ്പരത്തി. ഓക്കെ, വിടാം. ഇവിടുന്നും വിടാം. ഇവിടെ എല്ലാം ഉണ്ടോ? പൂവിന്റെ കട ഇവിടെ എല്ലാം ഉണ്ടല്ലോ. എല്ലാം പൂവിന്റെ കടകളാ. പ്യുവർ വെജ്. മാല തൂക്കി കൊടുക്കുന്നുണ്ടല്ലോ. അഹം ബനാറസി പ്യുവർ വെജ്. നമ്മൾ അശ്വമേധ ഘാട്ടില് അല്ലെങ്കിൽ വിശ്വനാഥ് മന്ദിറിലേക്ക് പോകുന്ന വഴിയാ. ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണാം. എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പരിപാടി. ആലു ടിക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പരിപാടി, ആലു ടിക്കി. ഓ, चाट के लिए मटर चाट. सात्विक रेस्टोरेंट. എന്താ ഇവിടെ? ഇതെന്നാ സാധനം? മാങ്ങേന്റെ തോന്നുന്നു. മാങ്ങേന്റെ ഹലുവ. ये क्या? वो आम वाला है? आम वाला है. क्या बोलते हैं इसको? आम पापड़ बोलते हैं. आम? ये खा के देखिए. नहीं, पता है आम पापड़. ये तो थोड़ा सा देखिए, क्वालिटी देखिए. जेली जैसा. आम मिल जाएगा जेली में. जेली वाला हुआ है लाल वाला. ആമിന്റെ സാധനം ഇത്. മാങ്ങേന്റെ സാധനം. മധുരമില്ല. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്ത്യൻ പള്ളി കാണുന്നുണ്ട് അവിടെ, ആ ഭാഗത്താ. നോക്കട്ടെ ഏതാ പള്ളി എന്നെല്ലാം നോക്കട്ടെ. പാൻകട. ഒരു പാൻ ഉണ്ടാക്കുന്നത് എടുക്കണമെങ്കിൽ നോക്കണം. ചങ്ങായിനോട് ചോദിച്ചു നോക്കട്ടെ, ചേട്ടനോട്. इधर तो पूरा आएगा. पूरा आएगा. मालिक यही है. पाँच गधा का मतलब ഇത് സുബേർ कुबेर भंडार. जुबेर भंडार पान वाला. हाँ.
गोपाल चौरसिया गोपाल चौरसिया गिरजाघर चौराहा खराब करो तुम मीठा वाला पान लीजिए वाला चांदी वाला मीठा पान वो है वो मीठा पान नहीं ले सादा पान लगा तो बाद में ना ले लिए परसों निकाला हो ले ला दिया ले लिए ले रहा हूँ पूरा घुमा के लीजिए लगा दे भाई का फोटो लीजिए नरवाना तेरी गाड़ी तो लगी है तो नहीं समझ समझे ആ ബോർഡിട്ടത് ഗിരിജാഗർ സെയിന്റ് തോമസ് ചർച്ച് എന്നാ ബോർഡിട്ട് ഹിന്ദിയിലെ ബോർഡിട്ട്. അതാ ഞാൻ പറഞ്ഞ ഹിന്ദി വായിക്കാൻ കുറച്ചെല്ലാം അറിയണം. ഇതൊരു ചൗരാസയാണ് ജംഗ്ഷൻ. ചൗരാസ അല്ലെ ചൗരാഹ എന്ന് പറയും ഹിന്ദിയില്. ജംഗ്ഷനാ ഇത്. അപ്പൊ അതിന്റെ മുമ്പിലായി ചർച്ചില്ല, സെയിന്റ് തോമസ് ചർച്ച്. അപ്പൊ നമുക്കിനി എങ്ങോട്ടാ പോണ്ടത്? നേരെ ആയിരിക്കും പോണ്ടത്. ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് തിരക്ക് കൂടി. ഇതിപ്പം അമ്പലത്തിന്റെ ഭാഗത്തേക്ക് ഇത് പോകുന്നു. ക്രിസ്ത്യൻ പള്ളി. അതിന്റെ മുമ്പ് തന്നെ ഒരു പില്ലറില് നന്ദിയുണ്ട്. രാത്രിയായിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോന്നറിയില്ല.